ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാര്. നമ്മൾ ഞായറാഴ്ച ആയിട്ട് എന്ത് ചെയ്യുന്ന ഒരു കൺഫ്യൂഷനിലായിരുന്നു ഇന്നലെ നൈറ്റ് ഫുള്ള്. അങ്ങനെ നമ്മൾ ഇന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് പോകാന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷെ മെയിൻ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നമുക്ക് പാൽപ്പായസം കിട്ടുമെന്ന് അറിയില്ല. കാരണം അതിനും മാത്രം തിരക്കായിരിക്കും. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കിട്ടത്തുള്ളൂ എന്നാണ് അറിഞ്ഞത്. എനിക്കറിയില്ല എന്റെ ഡീറ്റെയിൽസ്. ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ എത്ര നേരമൊക്കെ ക്യൂ നിൽക്കണം കാര്യമൊക്കെ. എന്തായാലും അവിടെ പോയിട്ട് ഇനി ബാക്കി നോക്കാൻ പറ്റും. അപ്പൊ പാൽപ്പായസം കുടിക്കാൻ പറ്റിയിട്ടെങ്കിൽ നമ്മൾ ഇന്ന് അമ്പലപ്പുഴയിൽ ഒന്ന് പോയി ഭഗവാനെ കണ്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഹലോ, നമ്മള് വേറെ മയക്കും കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും നമ്മൾ പോയിട്ട് വേഗം വരാം. അങ്ങനെ നമ്മളിപ്പോ തിരുവല്ലയിൽ നിന്ന് നേരെ അമ്പലപ്പുഴയ്ക്കുള്ള ബസ്സിൽ കയറി. ആലപ്പുഴ ബസ്സാണ്. അമ്പലപ്പുഴ നമ്മൾ ഇറങ്ങിയിട്ട് ബാക്കി വിശേഷമൊക്കെ അമ്പലപ്പുഴ ചെന്നിട്ട് ഒരു വിഷയം ഇവിടെ കിടന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പൊ എന്തായാലും ബാക്കി വിശേഷമൊക്കെ നമ്മൾ അമ്പലപ്പുഴ ചെന്നിട്ട് പറയാം. നമ്മളങ്ങനെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ ഏതൊരു അമ്പലത്തിലാണെങ്കിലും ആ അമ്പലവുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികളിൽ ചെല്ലുവാണെങ്കിലും അതിനെപ്പറ്റി ചില ഐതിഹ്യങ്ങളും ചരിത്രങ്ങളെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഒരു അമ്പലത്തെ പറ്റി പറയുകയാണെങ്കിൽ തെക്കൻ ഗുരുവായൂർ എന്ന പേരിലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നത്. ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടൻ തിരുനാൾ ദേവനാരായണ രാജാവ് AD 1545 അമ്പലപ്പുഴയിൽ ഈ ഒരു ക്ഷേത്രം പണിയിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പാർത്ഥസാരഥിയുടെ സങ്കല്പത്തിലാണ് ഇവിടെ ഭഗവാനുള്ള, അതായത് വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രതിഷ്ഠ അതാണ് ഇവിടെ ഉള്ളത്. ഈ അമ്പലത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്, ഒരു പ്രത്യേകതയല്ല, രണ്ട് പ്രത്യേകതയുണ്ട്. അതിലൊന്നാണ് അമ്പലപ്പുഴ പാൽപ്പായസവും, രണ്ടാമത്തത് അമ്പലപ്പുഴ വേലകളി. തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലാണ് ഈ ഒരു അമ്പലം പ്രവർത്തിക്കുന്നത്. ഇനി ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെ പറ്റിയുള്ള ഒരു ഐതിഹ്യം പറയപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം അവിടുത്തെ രാജാവിന്റെ സ്വാമികളും കൂടെ കാണും. അവർ രണ്ടുപേരും കൂടെ വള്ളത്തിൽ ഇങ്ങനെ പോവുകയായിരുന്നു. പൊക്കോണ്ടിരിക്കുമ്പോൾ എവിടുന്ന് ഒരു ചെറിയൊരു എന്താ പറയുക ഓടക്കുഴൽ നാദം കേട്ട് രാജാവ് എല്ലാവരുടെയും പരതി നോക്കി. അവിടെ ആരും അങ്ങനെ ഒരാളെയും കണ്ടില്ല. പക്ഷെ നമ്മുടെ സ്വാമിക്ക് സംഭവം മനസ്സിലായി. ഭഗവാനാണ് ആ ഓടക്കുഴൽ നാദം വായിക്കുന്നതെന്ന് ആ ഒരു സ്വാമികൾക്ക് മനസ്സിലാക്കാനിടയായി. അങ്ങനെ അദ്ദേഹം അവിടുന്ന് രാജാവിനോട് പറയുകയുണ്ടായി, ഇവിടെ നമുക്കൊരു ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു രീതിയിലാണ് ചെമ്പകശ്ശേരി രാജാവ് ഇപ്പോൾ ഉള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചെന്ന് പറയപ്പെടുന്നു. ചേട്ടനും കുഞ്ഞുമാണെങ്കിൽ ഇപ്പോൾ ദർശനത്തിന് വേണ്ടി അകത്ത് കയറി. ഞാനിവിടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് വേണ്ടി നമ്മൾ ആദ്യം ടോക്കൺ എടുക്കണം, പൈസ കൊടുത്ത് ടോക്കൺ എടുക്കണം. അപ്പം അതിന് വേണ്ടിയാണ് ഇവിടെ 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ നമ്മളിവിടെ നിൽക്കുക, അതാണ് നമ്മുടെ പരിപാടി. നേരെ ടോക്കൺ എടുത്തതിന് ശേഷം എവിടെയെങ്കിലും നമുക്ക് തള്ളത്ത് പോയി ഇരിക്കാം. 1 മണിക്കാണ് ഇത് കിട്ടുന്നതാണ് അറിഞ്ഞത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ തൃക്കൈവെണ്ണയ്ക്ക് നമ്മളിപ്പോൾ അതിനുള്ളൊരു വഴിപാടായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തൃക്കൈവെണ്ണയും പിന്നെ 3-4 ചെറുപഴവും കിട്ടും. അതാണ് ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അല്ലാതെ അമ്പലപ്പുഴയിൽ നിന്ന് പോയ എൻ്റെ കുറച്ച് കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയാണ് പ്രസാദം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ആ ഒരു തൃക്കൈവെണ്ണ ഒന്ന് കഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് കഴിച്ചു നോക്കിയിട്ടൊരു എന്താ പറയുക ഒരു പ്രത്യേക രുചി. ഞാൻ ഒരുപാട് തൃക്കൈവെണ്ണ കൊണ്ടുവന്നാലും ഞാൻ വീട്ടിലാണെങ്കിലും വെണ്ണ അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇതൊരു ഇവിടെ ഇരുന്ന് ആ ഒരു തണലത്തിരുന്ന് കഴിക്കുന്നതുകൊണ്ട് ആ ഒരു പ്രത്യേക ടേസ്റ്റ് എന്തായാലും കൊള്ളാം. ഇവിടുത്തെ പ്രതിഷ്ഠയെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിലേറ്റവും ഒന്നാണ് ഞാൻ കേട്ടതിൽ എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പ്രതിഷ്ഠയാണെങ്കിൽ പല സ്ഥലത്തു നിന്നും കുറേ സങ്കീർണമായ സാഹചര്യങ്ങളിൽ കൂടെയാണ് ഇവിടെ പ്രതിഷ്ഠ നടന്നത്. ആദ്യത്തെ കുറേ വിഗ്രഹങ്ങളും കാര്യം കൊണ്ടുവന്നിട്ട് ഇവിടെ നടന്നില്ല. അതിനുശേഷം കുറിച്ചി എന്ന് ഭഗവാന്റെ ഒരു രൂപത്തെ അല്ലെങ്കിൽ ഒരു ബിംബത്തെ ആ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ
ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇവിടെ വന്നിട്ട് ആ ഒരു പീഠത്തിൽ ഇത് ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എത്ര ശ്രമിച്ചിട്ട് അതൊന്ന് നല്ല രീതിയിൽ ഉറപ്പിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം നോക്കിയപ്പോൾ ആ സമയത്താണ് നമ്മുടെ നാറാണത്തെ ഭ്രാന്തന്റെ വരവ്. അദ്ദേഹം നേരെ ശ്രീകോവിലിനകത്ത് കയറി അദ്ദേഹത്തിന്റെ വായിൽ നിന്നുള്ള ആ ഒരു താമ്പൂലം ഉണ്ടല്ലോ അത് നേരെ ഭഗവാന്റെ ആ ഒരു പീഠത്തിലും കൂടെ പതിപ്പിച്ചിട്ട് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു പ്രതിഷ്ഠ നടന്നതെന്നും കൂടെ പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഐതിഹ്യമാണ്. ഐതിഹ്യവും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പലരും ഐതിഹ്യം എന്ന് പറയുന്ന പല കേട്ടുകേൾവിയും പല കാര്യങ്ങളുമാണല്ലോ. എന്തായാലും അതൊരു രസകരമായ കാര്യമാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായ ഇവിടെ ഉണ്ടാക്കുന്ന അമ്പലപ്പുഴ പാൽ പായസത്തിന് പിന്നിലും ഒരു ചെറിയൊരു ഐതിഹ്യമുണ്ട്. അതായത് ഒരിക്കൽ ഈ ഒരു ചെമ്പകശ്ശേരി രാജാവ് അവരുടെ ആ ഒരു ക്ഷാമകാലത്ത് ഒരു അരി തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ക്ഷാമകാലത്ത് തലവടി സ്വദേശിയായ ഒരു ബ്രാഹ്മണ പ്രഭുവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് നെല്ല് കടം വാങ്ങി. എന്നാൽ പറഞ്ഞ സമയത്ത് രാജാവിന് അത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. അപ്പൊ അതിന്റെ ഭാഗമായി ഒരിക്കൽ ആ ഒരു ബ്രാഹ്മണ പ്രഭു എന്താ പറയുക നമ്മുടെ ക്ഷേത്രത്തിന്റെ അവിടെ കിഴക്കേ നടയിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കുടുമ അഴിച്ച് അവിടെ വെച്ച് ശപഥം ചെയ്തു. അതായത് എൻ്റെ ആ ഒരു കടം വീട്ടാതെ ഉച്ചപൂജ നടത്താൻ സാധിക്കരുത്, അല്ലെങ്കിൽ ഉച്ചപൂജ നടക്കരുത് എന്ന രീതിയിൽ പറയുകയുണ്ടായി. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് രാജാവ് ഭയങ്കര ദുഃഖത്തിൽ അങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ട് മന്ത്രിയോട് മണങ്കാട്ടപ്പള്ളി മേനോൻ എന്ന് പറയുന്ന ആ ഒരു മന്ത്രിയോട് ഈ കാര്യം രാജാവ് പറഞ്ഞു. അപ്പോൾ മന്ത്രി എന്ത് ചെയ്തു, അവിടുത്തെ ദേശവാസികളോട് ഈ വിവരം എല്ലാം പറയും. ആ ദേശവാസികൾ തങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ നെല്ലും ഭഗവാന്റെ ആ ഒരു കിഴക്കേ നടയിൽ കൊണ്ട് ചൊരിയുകയുണ്ടായി. സംഭവം നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ വിചാരിക്കുന്നതിലും കൂടുതൽ നെല്ലാണ് അവിടെ വന്നത്. അപ്പോൾ മന്ത്രി ബ്രാഹ്മണനോട് ഇന്ന പോലെ പറഞ്ഞു, ഉച്ചപൂജയ്ക്ക് മുന്നേ ഈ ഒരു കിഴക്കേ നടയുന്ന ഈ ഒരു നെല്ല് ഫുള്ള് താങ്കൾ എടുത്തുകൊണ്ട് പോകണം. ഉച്ചപൂജയ്ക്ക് മുന്നേ ഇവിടെ ക്ലീൻ ആയിരിക്കണം, അങ്ങനെ പറയുണ്ടായി. പക്ഷെ ബ്രാഹ്മണനെ സഹായിക്കാൻ അവിടെ നിന്ന് ആരും വന്നില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ബ്രാഹ്മണൻ ആ ഒരു നെല്ലും എല്ലാ കാര്യങ്ങളും ഭഗവാന് വേണ്ടി അവർ കാണിക്കുക അല്ലെങ്കിൽ ഒരു സമർപ്പണം പോലെ അവിടെ അർപ്പിക്കുകയുണ്ടായി. കൂടാതെ അവിടുത്തെ ആ ഒരു നെല്ലിന്റെ വിലയും പലിശയും ചേർത്തിട്ട് ഭഗവാന്റെ ഉച്ചപൂജയ്ക്ക് അമ്പലപ്പുഴ പാൽപ്പായസം നിവേദ്യമായിട്ട് നൽകണമെന്നും പറയുകയുണ്ടായി. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഭഗവാന്റെ ഉച്ചപൂജ കഴിഞ്ഞ് എല്ലാവർക്കും നിവേദ്യമായി കൊടുക്കുന്നത്. അതൊരു വല്ലാത്ത ഒരു അനുഭവമാണെന്ന് എനിക്ക് കേട്ടപ്പോൾ തോന്നി. എന്തായാലും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും ഈ ഒരു അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ഇത്രയും പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഇതിന്റെ പിന്നിൽ ഇങ്ങനത്തെ കുറച്ച് കഥകളും കൂടെ ഉണ്ട്. അതൊരു എന്താ പറയുന്നത്, ഇത്രയും അതായത് നമ്മുടെ അമ്പലങ്ങളുടെ പുറകില് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നതും വിശ്വാസത്തിന് അപ്പുറമായ കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും അത് ഓരോ അനുഭവങ്ങൾ. അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുകയാണ്. എന്താ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിയാകുമ്പോൾ നമ്മൾ പോയി ടോക്കൺ എടുക്കണം. ഇതേപോലത്തെ ഒരു ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ 160 രൂപയ്ക്ക് 1 ലിറ്റർ അമ്പലപ്പുഴ പാൽപ്പായസം നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് 1 മണിക്കാണ് ഇത് പ്രസാദ വിതരണം. അപ്പൊ നമ്മൾ 1 മണി വരെ ഇങ്ങനെ ചുമ്മാ പോസ്റ്റ് അടിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ കണ്ട മനസ്സിലാവും, ഒരാളുടെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. തണലുണ്ട്, പക്ഷെ ഇവിടെ മാത്രമേ തണലുള്ളൂ. ഭയങ്കര ചൂടാണ്. ഇതെന്താ ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ പോയെന്നറിയില്ല. നല്ല ക്ഷീണമാവുന്നുണ്ട്, എല്ലാവരും നല്ല ക്ഷീണമാവുന്നു. ഞാൻ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷെ നോക്കിയപ്പോൾ ചേട്ടനും കുഞ്ഞും വീട്ടിൽ തിരിച്ചു പോയി. കാര്യം കുഞ്ഞിനെയും കൊണ്ട് അത്രയും നേരം വെയിലത്തിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചേട്ടനെയും കുഞ്ഞിനെയും പറഞ്ഞു വിട്ടിട്ട് ഞാൻ പ്രസാദം വാങ്ങിച്ചിനി വീട്ടിൽ പോകണം. നിങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകണേ. എൻ്റെ പൊന്നേ, എനിക്കാണെങ്കിൽ ഇപ്പോഴേ ഭയങ്കര ക്ഷീണമായി. ഇനി കുറേ നേരം കഴിഞ്ഞിട്ട് ഇനി എവിടെയെങ്കിലും പോയിട്ട് നാരങ്ങ വെള്ളമൊക്കെ എന്തെങ്കിലും കുടിക്കണം. ഭയങ്കര ക്ഷീണമായി പോയി. 1 മണി വരെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഒരു എന്താ പറയുന്നത്, ഒരു സമാധാനമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ, ശാന്തമായി. എന്തായാലും 1 മണിയാകുമ്പോൾ കാണാം.
അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് കഴിക്കുന്നതിനാണ് നല്ലത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബസ്സിൽ നമ്മൾ പോകുമ്പോൾ എങ്ങാനും പോയാൽ കുഞ്ഞിനൊക്കെ കൊടുക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാത്തത്. ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പറയാം. ടേസ്റ്റ് ഒന്നും നോക്കാനില്ല, വേറെ ലെവലാണ്. അത് ആദ്യമേ പറയാം. പോയി അവരുടെ എക്സ്പ്രഷൻ എടുക്കട്ടെ. കാര്യം ഞാൻ ഓൾറെഡി അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട്. 2 hours later. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 1:30ക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. നല്ല വെയിലായതുകൊണ്ട് നന്നായിട്ട് ടയർഡായി. പക്ഷേ നമ്മുടെ സാധനം നമുക്ക് കിട്ടി. അമ്പലപ്പുഴ പാൽപ്പായസം. ഇതാണ് അമ്പലപ്പുഴ പാൽപ്പായസം. മോളി പാല് പോലെ കിടക്കുന്നുണ്ട്. വിചാരിക്കേണ്ട അകത്തെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ സെറ്റാവും. ഞാനിതൊന്ന് വേറെ ഗ്ലാസ്സിലാക്കി കുടിച്ച് കാണിക്കും. വെയിറ്റ്. ഇത് എങ്ങനെ ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ 100 ടോക്കൺ 100 പേർക്ക് മാത്രമേ ഫുഡ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കിട്ടത്തില്ല എന്ന് വിചാരിച്ചാൽ മാറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ടോക്കൺ ഇല്ലാത്തവർക്ക് കൂടെ കുറച്ച് പേർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നീ പെട്ടെന്ന് വരാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ലാസ്റ്റ് ആള് ഞാനാണ്. അതായത് അവസാനം ഞാൻ കൂടെ കയറി കഴിഞ്ഞ് അവിടെ അന്നദാനത്തിന്റെ ആ ഊട്ട് വരെ അടച്ചു. എന്നിട്ട് എന്തായാലും പോയി അവിടെ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. ചോറ്, പിന്നെ ചെറിയൊരു ഐറ്റം എന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. അച്ചാറുണ്ടായിരുന്നു, സാമ്പാർ, പച്ചമോരുണ്ടായിരുന്നു, പിന്നെ ഈ ഒരു കൂട്ടുകറി പോലത്തെ ഒരു ഐറ്റം. അത് തേങ്ങ അരച്ച് വെച്ചിട്ട് കുറച്ച് പച്ചക്കറി അരിഞ്ഞ് വെച്ച് കുറച്ച്, അതെല്ലാം 1 സ്പൂണുകൾ. പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് അത് കഴിക്കുമ്പോൾ. ഇതേ ഐറ്റം നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഭയങ്കര എനിക്കറിയില്ല, അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. അതേപോലെയാണ് ഈ അമ്പലപ്പുഴ പാൽപ്പായസം. നമ്മളൊക്കെ വീട്ടിൽ ഇരുന്ന് അത് വെച്ച് നോക്കിയാൽ ഈ ഒരു ഫീല് വരത്തില്ല. എന്തായാലും സൂപ്പർ.